ഗൈസ് ഞങ്ങൾ ഡീസൽ അടിച്ചിട്ട് നന്ദി ഹിൽസ് പോവാം. ശ്യാമിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് നൈറ്റ് ഔട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേരെ നന്ദി ഹിൽസ് പോകാമെന്ന് വിചാരിച്ചു. ಗಾಡಿ ಗಾಡಿ ಕೊಚ್ಚಕ್ ಬಂದು ನಿಂತಿರೋದು ನೋಡು. സോ ഗൈസ്, അങ്ങനെ പാതിരപ്രാന്തിന് ഇന്ന് വന്നിരിക്കുന്നത് നന്ദി ഹിൽസ് ആണ്. അപ്പൊ ഇനി ഇവിടെ നിന്ന് ഇനി ഒരു 5 കിലോമീറ്റർ അങ്ങാണ്ടേ ഉള്ളൂ. നേരെ നന്ദി ഹിൽസിലോട്ട് എത്തും. നമ്മൾ മല കയറും. നമ്മൾ ഇവിടെ നിന്ന് അങ്ങ് നേരെ മല കയറാൻ തുടങ്ങും. ഇതിലിട്ടേക്കുന്ന ഇവിടെ നിന്ന് 8 കിലോമീറ്റർ ഉണ്ടെന്ന 5 കിലോമീറ്റർ ഉള്ളൂ. ഇവിടെ നിന്ന് നമ്മൾ നേരെ മല കയറാൻ പോണ്. കയറി നന്ദി ഹിൽസിലെ സൺറൈസ് കാണാൻ പോകാം. ഹാപ്പി ബർത്ത്ഡേ. ಅಪ್ಪು ಬರ್ಡೇ ಅಪ್ಪು ಬೋಡ ಬರ್ಡೇ ಬಾಯ್. ಅಪ್ಪು ಬೋಡ ಇವನು ಹುಟ್ಟಿ ವೇಸ್ಟ್ ನನ್ ಮಗ. 26 ವರ್ಷ ಆಯ್ತು. 26 ವರ್ಷ ಆಯ್ತು. ಏನು ಉಪಯೋಗ ಇಲ್ಲ. ಯೂಸ್ಲೆಸ್. ನ್ಯಾಷನಲ್ ವೇಸ್ಟ್ ಆಗ್ಬಿಟ್ಟಿದ್ದಾನೆ. ಎಲ್ಗ ಓಡ್ತಾವ್ರ ನೋಡಪ್ಪ. ಎಲ್ಲಿ ಓಡ್ತಾವನ? നമ്മൾ ഇവിടുന്ന് അങ്ങ് ഹില്ല് കേറാൻ തുടങ്ങുവാണ്. ഇവിടുന്ന് ഹില്ല് കേറുവാണെന്ന് പറഞ്ഞതല്ല, അപ്പോഴേക്കും കണ്ട. സോ അങ്ങനെ നമ്മള് നന്ദി ഹിൽസിന്റെ എൻട്രൻസ് വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇവിടെ നിന്ന് അകത്തോട്ട് കയറണമെങ്കിൽ ഒരു 5-5:30 ആവണം. എന്നാലേ ഇവിടെ നിന്ന് അകത്തോട്ട് കയറ്റി വിടത്തുള്ളൂ. അപ്പൊ കാറൊക്കെ വന്ന് ക്യൂ നിൽക്കുന്നുണ്ട് ഓൾറെഡി. സോ അപ്പൊ നമ്മൾ ഫ്രണ്ടിലോട്ട് കയറ്റി നിർത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഗേറ്റ് തുറന്നതിന് ശേഷം നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു 5-5:30 ആ സമയമാകുമ്പോൾ ഗേറ്റ് തുറക്കും. അകത്തോട്ട് കയറുന്നു. നല്ല തിരക്കുണ്ടാവും കേട്ടോ. നല്ല ലോങ്. അവിടം വരെ നമ്മൾ ചായ കുടിച്ചല്ലായിരുന്നു, അവിടം വരെ ക്യൂ ഉണ്ട്. കാരണം നാളെ ലീവും കൂടിയല്ലേ. അതുകൊണ്ട് നല്ലോണം തിരക്കുണ്ടാവും. ബൈക്ക്, കാറ് നല്ല തിരക്കുണ്ടാവും. എന്തായാലും നമ്മൾ നേരത്തെ വന്നത് നന്നായി. ഫ്രണ്ടിൽ കാറ് കയറ്റിയിട്ട് നമ്മളിങ്ങനെ പുറത്തിങ്ങനെ കറങ്ങാനായിട്ട് വന്ന് നിൽക്കുക. അപ്പോൾ നോക്കാം. ഇനി ഗേറ്റ് തുറന്നിട്ട് അകത്തോട്ട് പോകാം. ഓക്കെ ഗൈസ്, ഞങ്ങൾ ഈ പാറയുടെ മേലെ ഒന്ന് കിടക്കാന്ന് വിചാരിച്ചാണ് 5 മണി വരെ. അപ്പൊ കണ്ടതാ. കണ്ടോ എന്ത് സൈസാന്നറിയോ? എനിക്ക് ಎಷ್ಟು ಉದ್ದ ಆಯ್ತല്ലോ. എന്റെ കൈന്റെ എത്ര നീളമുണ്ട്. കണ്ടാ പേരുണ്ട്. ഏനോ ಹೇಳ್ತಾರ ಮಗ ಇದಕ್ಕೆ. ഇതാണ് ഏറ്റവും കൂടുതൽ വലിയ സാധനം. ഞാൻ ഇവിടെ കിടന്ന് ഈ പാറയുടെ മേലെ കിടന്ന്. ഇപ്പൊ തുറക്കും. എല്ലാരും വണ്ടി സ്റ്റാർട്ടാക്കി നിൽക്കുക. ഇതിപ്പോ തുറന്ന അകത്തോട്ട് കയറാം. തുറന്നോട്ട് ആദ്യം ബൈക്കുകളിന് മാത്രം വരുന്നു. നമ്മളും പോയി. മോനെ കോടകൾ.
बदलने कारण हमसे करो बदले तब बड़ा ഗൈസ് വന്നതിൽ ബൈക്ക് തന്നെ ഇപ്പഴേ വരുന്നത്. പക്ഷെ ആദ്യത്തെ കാറ് ഞങ്ങളുടെയാ, വേറെ കാറൊന്നുമില്ല, വെറും ബൈക്ക് മാത്രം കടത്തി വിട്ടുള്ളൂ. ഫസ്റ്റ് കാറ് ഞങ്ങളുടെയാ. സീൻ അപ്പൊ ഞങ്ങളുടെ വന്നു. രണ്ടാമത്തെ ഇതാണ്, ആദ്യത്തെ നമ്മുടെ വന്നത്. വിഷയം ഫുൾ റേസ് എന്ന് പറഞ്ഞ റേസിംഗ് ആയിരുന്നു. ആ എയർപിൻ വളവൊക്കെ എങ്ങനെ വളഞ്ഞെന്ന് പോലും അറിഞ്ഞൂടാ. സീൻ ഇവനെ ഡ്രൈവർ പൊള്ളിച്ചടിക്ക് സീൻ തന്നെ. സോ ഗൈസ് അങ്ങനെ നമ്മള് ടിക്കറ്റ് എടുത്ത് നേരെ അകത്തോട്ട് കയറാൻ പോവാ. ബാക്കിലൊക്കെ കണ്ട ഫുള്ള് കോടെന്ന് പറഞ്ഞാൽ ഫുള്ള് കോട. നേരെ അപ്പുറത്തോട്ട് കാണിച്ചു തരാം എത്ര ആൾക്കാരെ സൈഡ് അടിച്ചിട്ടാ വന്നേന്നറിയോ. വിഷയ ബാക്കില് കണ്ട ഫുള്ള് സൈഡ് അടിച്ചിട്ടാ വന്നേ. കേറുവാ അകത്തോട്ട് കേറുവാ. Come on. Oh, കോട. നമ്മള് ഊട്ടി എത്തി ഗൈസ്. അങ്ങനെ നന്ദി ഹിൽസ് അല്ലേ ഊട്ടിയത്. ಕೆಳಗಡೆ ಹೋಗೋಣ ಮೇಲೆ ಸನ್ರೈಸ್ ವ್ಯೂ ಪಾಯಿಂಟ್. അപ്പൊ നമ്മൾ നടന്നോണ്ടിരിക്കുക, സൺറൈസിന്റെ വ്യൂ പോയിന്റിലോട്ട് നടന്നോണ്ടിരിക്കുക. ഇനി നേരെ പോവാ, സൺറൈസ് കാണാം. കിടുവായിരിക്കും, നല്ല കോടയുള്ളതുകൊണ്ട് സൺറൈസ് കാണാൻ നല്ല രസമായിരിക്കും. അപ്പൊ നേരെ സൺറൈസിന്റെ വ്യൂ പോയിന്റിലോട്ട് പോവാം. ഓക്കെ കണ്ടിട്ടാ അൽവാ. ഒന്നും കാണുന്നില്ല, എന്തോ കാണിച്ചു തരണ്ട. ഇപ്പൊ താഴെ മൊത്തം കോടയാ, അവിടെ ഒന്നും കാണുന്നില്ല, ഫുൾ കോടയാ. എന്തോ കാണിച്ചു തരാൻ, സൂര്യൻ വരുവാണെങ്കിൽ കാണിച്ചു തരാം. എത്ര ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നത് ആർക്ക് വേണ്ടിട്ടാന്നറിയോ? സൂര്യന് വേണ്ടിട്ട്. ദോ വരുന്നത്. उन्हें बर्तन मैच करना क्या सूर्या कमान ಎಲ್ಲ ಎದ್ದು ಬರ್ತಾ ಇಲ್ಲ. ഓ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നത്. നല്ല കോടയാ, സൂര്യനെ പോലും കാണുന്നില്ല, നല്ല കോടയാ. ശ്യാം നല്ല കാറ്റുണ്ട്, നല്ല തണുപ്പുണ്ട്. ഈ സ്പെൽഫ് അങ്ങനെ വല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം എടുത്തിട്ട് വന്നാൽ മതി. ഇപ്പോഴത്തെ സീസണില് നല്ല കാറ്റും നല്ല തണുപ്പും, അടിപൊളി കോടയുണ്ട്. പക്ഷെ സൂര്യൻ മാത്രം വന്നിട്ടില്ല. ഒരു 2 സെക്കൻഡ് വന്ന് പറ്റിച്ചിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പ്. ഇതിനു വേണ്ടിയിട്ടാണ് എല്ലാരും കാത്തു നിന്നത്. ഇത്രയും ആൾക്കാർ കാത്തു നിന്നൊരു നിമിഷം എത്തി. നമ്മളവിടെ കൊറേ നേരമായിട്ട് സൂര്യൻ വരുമെന്ന് പറഞ്ഞിട്ട് കാത്തു നിന്നായിരുന്നു. നോക്കിയപ്പോ സൂര്യൻ ഇടയ്ക്കിടയ്ക്ക് വരുന്ന, ഇടയ്ക്കിടയ്ക്ക് പോകുന്നു. എങ്ങാനും 10-11 മണിയാകുമ്പോഴേ സൂര്യനെ കാണാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് ഇറങ്ങി. ഇനി ഇവിടുന്ന് ഇറങ്ങാൻ പോവാ. ഫോണിലാണെങ്കിൽ ചാർജും ഇല്ല. ഫോൺ ഓഫ് ആവുന്നതിന് മുമ്പ് പെയിന്റിങ് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചതാ. ഞങ്ങള് 2 മണിക്കൂറായിട്ട് ഞങ്ങൾ സൂര്യനെ കാണാൻ വേണ്ടിട്ട് അവിടെ നിന്ന്. സൂര്യൻ വരുന്ന മട്ടില്ല, അതുകൊണ്ട് നമ്മൾ ഇറങ്ങുവാ. ഫുൾ കോട.
സോ ഇപ്പൊ നമ്മള് സൺറൈസ് കാണാൻ വന്നാണ്. ഇപ്പൊ സൂര്യന് ചെറുതായിട്ട് നാണെന്ന്, അതുകൊണ്ട് സൂര്യൻ വരുന്നില്ല. നമ്മള് 2-2.5 മണിക്കൂർ നിന്ന് വയ്യാണ്ടായിട്ട് ഇപ്പൊ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാ. കുറെ കോട കണ്ടു, മുടിയും ഡ്രസ്സൊക്കെ നല്ലോണം നനഞ്ഞു, അമ്മാതിരി കോടയായിരുന്നു. പക്ഷെ സൂര്യനെ മാത്രം കാണാൻ പറ്റിയില്ല. അപ്പൊ ഓക്കെ ബൈ. സോ നമ്മളങ്ങനെ തിരിച്ച് പാർക്കിങ്ങിലോട്ട് എത്തി. ഇനി കാറിലോട്ട് കയറണം. രാവിലെ ഇവിടെയാണ് കുറെ നേരം നിന്നത്. ഇപ്പൊ നമ്മൾ ഇറങ്ങി തിരിച്ച് വീട്ടിലോട്ട് പോകും.